ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതനും അലോകും ഒക്കെ ആകെ പ്ലിങ്ങായി പോയിട്ടുണ്ട്. കാരണം പുൽക്കൂട് മത്സരത്തിൽ അവർ തന്നെ ഫസ്റ്റ് വാങ്ങണം എന്ന വാശിയിൽ സുകന്യെ ഇറക്കി ദേവമംഗലത്തുള്ള ബാലനെ എല്ലാവരെയും കുടുംബത്തോടു കൂടെ നാണം കെടുത്തി അവരെ തോൽപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് നേടിയെടുക്കണമെന്നും പറഞ്ഞിട്ട് സുകന്യോട് വലിയൊരു ചതി ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. പുൽക്കൂടിനകത്തുള്ള രൂപങ്ങളെല്ലാം എടുത്തു മാറ്റണമെന്ന് കരോള് പറഞ്ഞ സമയത്ത്. പക്ഷേ അതുപോലെ തന്നെ അവർ പറയും പോലെ നമ്മൾ സുകന്യ അതെല്ലാം ചെയ്തു എങ്കിലും ബാലന് ഒരു പടി മുന്നേ ഇവർ ചതിക്കുന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ വാങ്ങിച്ചതെല്ലാം ഈ 2 വീതം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സമയമാവുന്ന സമയത്ത് ഇതെല്ലാം പോയപ്പോൾ തന്നെ ബാക്കി എടുത്തുകൊണ്ട് നമ്മൾ ബാലൻ വന്ന് അത് പുൽക്കൂടിലേക്ക് വെച്ച് എല്ലാവരെയും രക്ഷിച്ചിട്ടോ. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വാശിയും വൈരാഗ്യമൊക്കെ കൃഷ്ണമംഗലത്തുകാർക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ധർമ്മനെയും സുകന്യയും കൂടെ ഹണിമൂണിന് വിടണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണല്ലോ. സുകന്യയ്ക്കായിരുന്നല്ലോ ആഗ്രഹം തേക്കടി തന്നെ പോകണമെന്ന്. എന്നാൽ തേക്കടി എങ്കിൽ തേക്കടി, നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാശൊക്കെ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 50,000 രൂപയോളം ധർമ്മൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് ബാലൻ, പോയി നിങ്ങൾ ഹണിമൂണെല്ലാം കഴിഞ്ഞിട്ട് വാ, കുഴപ്പമില്ല, ഇത് തികയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചെല്ലുമ്പോൾ ഇനി തികഞ്ഞില്ലെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം, ഞാൻ അപ്പോൾ തന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം. പക്ഷേ ധർമ്മം പറയുന്നുണ്ട്, വേണ്ട ആളിയ, ഇത് തന്നെ ധാരാളം, ഇത് തന്നെ കൂടുതലാണ്, വെറുതെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, എൻ്റെ മൂത്ത മകനല്ലേ നീ, പിന്നെ നിനക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ അവരെക്കാളും കൂടുതലും ഞാൻ ഒട്ടും കണക്ക് നോക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവസാനം പോകാമെന്ന് സമ്മതിക്കാട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദും അതുപോലെ ആര്യനും കൂടെ ധർമ്മനെ മാറ്റി നിർത്തിയിട്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹണിമൂണിന് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വേണം, ഏത് രീതി പെരുമാറണം, സുകന്യച്ചിയും അതുപോലെ ധർമ്മൻ മാമനും തമ്മിലുള്ള ഒരു അകൽച്ചയൊക്കെ മാറ്റി സ്നേഹത്തോടു കൂടിയായിരിക്കണം തിരിച്ചു വരേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശമൊക്കെ കൊടുത്ത് അവരെ യാത്ര ആയിക്കോട്ടോ. അതുപോലെ നമ്മുടെ ആനന്ദ് ഒരു കടുത്ത ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ആനന്ദിൻ്റെ മനസ്സിൽ നിന്ന് ദേവിയോട് സ്നേഹം ഉണ്ടെങ്കിലും എത്രയൊക്കെയും തന്നെ ചതിച്ചതല്ലേ എന്നുള്ള ആ ഒരു ചിന്ത വന്ന് മാറി ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. ആ ഹോട്ടലിൽ വെച്ച് കാണുന്നതും കണ്ടതും എല്ലാം കൂടെ ആകെ ഭ്രാന്ത് പിടിച്ച് അങ്ങനെ ആനന്ദ് വിചാരിക്കുന്നുണ്ട് ഇനി ഒരുമിച്ച് പോവില്ല, ഡിവോഴ്സാണ് നല്ലതെന്ന്. അങ്ങനെ ഒരു ഡിവോഴ്സ് നോട്ടീസൊക്കെ അയക്കുന്നുണ്ട്. നേരിട്ട് തന്നെ കൊണ്ടു കൊടുക്കുക ചെയ്യണം കേട്ടോ. അങ്ങനെ ആനന്ദ് നേരെ ഉദയഭാനുവിനെ കാണാനായിട്ട് വീട്ടിൽ ചെല്ലുന്നുണ്ട്. ദേവിയുണ്ട്, ശ്രീകലയുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്, ഇനി ദേവി അങ്ങോട്ട് വിടേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളാരും എന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല, ഞാനും ആരും കാത്തിരിക്കുന്നൊന്നുമില്ല. ദേവിക്കും നമ്മൾ തമ്മിൽ ഇനി ഒരുമിച്ച് പോവില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പിരിയാൻ പോവുക, ഇത് വക്കീൽ നോട്ടീസാണ്, അതുമായിട്ടാണ് ഞാൻ നേരിട്ട് നിങ്ങളെ ഏൽപ്പിക്കാമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞത് ഒപ്പിട്ട് കൊടുക്കാനായിട്ട് കൊണ്ടുവരുവാട്ടോ. ദേവി ആകെ തകർന്നു പോയി. ദേവിക്ക് വല്ലാത്തൊരു നെഞ്ച് വേദനയും തളർച്ചയും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രയാസത്തിലിങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രൊമോയിൽ കാണിക്കട്ടോ. നാളെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്